കടുവാഭീതിയിൽ ബുദ്ധിമുട്ടി വയനാട് മാരമല കോളനിയിലെ ജനങ്ങൾ. വനവാസികൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന കോളനിയിൽ വർഷങ്ങളായി കടുവാഭീതി വർദ്ധിച്ചിട്ടും വനപാലകർ ഇവിടെ എത്താറില്ല. പ്രജീഷിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രദേശത്തിന് സമീപമുള്ള കോളനിയാണ് ഇത്. വയനാട്ടിലെ കാടുകളിൽ ഉൾക്കൊള്ളാവുന്ന കടുവകളെക്കാൾ കൂടുതലാണ് നിലവിലെ സംഖ്യ. അതിനാൽ തന്നെ കടുവകൾ നാട്ടിലിറങ്ങുന്നത് ഇന്ന് പതിവാണ്. കടുവകൾ കാരണം ബുദ്ധിമുട്ടുകയാണ് വാഗേരിക്ക് സമീപമുള്ള മാരമല കോളനി നിവാസികൾ. കടുവൻ്റെ ശല്യം കൂടുതലാണ് ഈ ഏരിയ. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കടയിൽ പോയി വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് വൈകുന്നേരം 5 മണി ആയപ്പോൾ തന്നെ അതിലെ ചാടിപ്പോകുന്നു. കടുവയെ മറ്റ് വന്യജീവികളുടെയും സ്ഥിരം സാന്നിധ്യമാണ് ഈ മേഖലയെന്ന് മാരമല സ്വദേശി ബിനീഷ് പറയുന്നു. ഞങ്ങളുടെ അടുത്തൊരു ചേട്ടനെ കടുവ പിടിച്ചല്ല ചാടിയപ്പോൾ കഴുത്തിലൊക്കെ മുറിവുണ്ടായിരുന്നു. കുളിക്കാൻ വന്നപ്പോൾ അവർ 4 പേര് വന്നപ്പോൾ കുളിക്കാൻ വന്നപ്പോൾ അങ്ങനെ ചാടി പിടിച്ചാൽ. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു ചേട്ടൻ നേരത്തെ സംസാരിച്ചില്ലേ, ആ ചേട്ടൻ്റെ പശുവിനെ പിടിച്ചിരുന്നു കടുവ. ഇതിനൊന്നും പോയി പശുവിനൊന്നും പറ്റിയില്ല. അതിന് കഴുത്തിലൊക്കെ ചെറിയ മുറിവുണ്ടായിരുന്നു. ആ ചേട്ടയ്ക്കതെ കഴുത്തിലൊക്കെ ഇവിടെ മുറിവുണ്ട്. ഇപ്പോഴും പാടക്കൻ്റെ ഇവിടെ. 6 ദിവസം മുൻപ് ക്ഷീരകർഷകനായ പ്രജീഷിനെ കടുവ കടിച്ചു കൊന്ന വാഗേരിക്ക് സമീപമാണ് ഈ കോളനി. പ്രജീഷിനെ കൊന്ന കടുവ കാട് കയറിയിട്ടില്ലെന്ന് മാരമല കോളനി നിവാസികൾ പറയുന്നു. അങ്ങനെ പോകില്ല. കോഴി പിടിച്ചെന്ന് നാൾക്കുനാൾ വയനാട് വന്യജീവി സങ്കേതത്തിൽ കടുവകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ കടുവശല്യമുള്ള മേഖലയാണിത്. കടുവശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ടോണിയോടൊപ്പം KJ ശ്രീജിത്ത്, ജനം, വയനാട്.